കഥ തണൽമരം. രചന സബ്ന നിദാൽ. ശബ്ദം നൽകിയത് ജയശ്രീ കുണ്ടൂളി. ഓരോ കല്യാണാലോചന വരുമ്പോഴും മനസ്സ് പറയും, ഇത് ശരിയാകുമെന്ന്, ഇവൾ നിനക്കായി പിറവിയെടുത്തവളാണെന്നും. പക്ഷേ ഒന്നും ശരിയാവാറില്ല. എല്ലാം മനസ്സിന്റെ വെറും തോന്നലുകൾ മാത്രം. ഓരോരോ ചിന്തകളിലൂടെ രാജു അസ്വസ്ഥനായി നീളം വരാന്തയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടുമായി നടന്നു. ഇപ്പോൾ പെൺകുട്ടികളുടെ അഭിപ്രായത്തിനാണല്ലോ പ്രാധാന്യം എന്നും പറഞ്ഞ് ദല്ലാള് കൈയൊഴിഞ്ഞു. വർഷം എത്ര കഴിഞ്ഞു? ഈ ചിങ്ങം വന്നാൽ 35 തികയും. ഇനിയൊരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന സ്വപ്നത്തെ ഹൃദയത്തിൽ തന്നെ കുഴിച്ചു മൂടാം. പെണ്ണ് കെട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഈ നാട്ടുകാരുടെ ചോദ്യത്തിനു മുൻപിലാണ് ഞാൻ തകർന്നു പോകാറ്. അവരുടെ കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരും. എനിക്ക് പെണ്ണ് കിട്ടാത്തതിൽ ഇവർക്കെന്താ ഇത്ര സങ്കടമെന്ന് തോന്നും അവരുടെ ചോദ്യം കേട്ടാൽ. ഒരു സിഗരറ്റ് കത്തിച്ച് ആഞ്ഞു വലിച്ച് രാജു കവലയെ ലക്ഷ്യമാക്കി നടന്നു. അന്നുണ്ടായ വിഷമങ്ങളെക്കുറിച്ച് അവൻ കൂട്ടുകാരുമായി പങ്കുവെക്കുകയായിരുന്നു. ഇത് നിനക്ക് മാത്രമുള്ള അനുഭവമല്ല, ഇന്ന് ഒട്ടുമിക്ക ചെറുപ്പക്കാർക്കും കല്യാണം ശരിയാകുന്നില്ല എന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ അവൻ അത് ശരിയാ എന്നും പറഞ്ഞ് ദീർഘമായി ഒന്ന് ശ്വാസം വലിച്ചു. മിഴികളിൽ നിരാശ നിറഞ്ഞു നിന്നു. അതിനിടയിൽ പട്ടാളക്കാരൻ അജയന്റെ ഭാര്യ അതിലൂടെ നടന്നു പോകുന്നു. പെണ്ണു കിട്ടാത്ത വിഷമം കേട്ടിട്ട് അവന്റെ കൂട്ടുകാർ ഒരു ആവേശത്തിന് അവനോട് പറഞ്ഞു, ഒരു പെണ്ണ് കിട്ടാത്തതാണ് നിന്റെ സങ്കടമെങ്കിൽ ദേ വരുന്നു രാധ, അവളൊരു വിധവയാണ്. ധൈര്യമുണ്ടെങ്കിൽ നീ ഒരു പുരുഷനാണെങ്കിൽ അവളെ കല്യാണം കഴിക്കൂ. അവർ വെറുതെ രാജുവിനെ കളിയാക്കി പറഞ്ഞു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കണ്ണൻ അവർക്കിടയിൽ കയറി സംസാരിച്ചു തുടങ്ങിയത്. നീ അവളെ വിവാഹം കഴിക്കൂ, നിനക്കും അവൾക്കും ഒരു ജീവിതമാകും. കഴിഞ്ഞ 3 വർഷമായി അവൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഒരു പൊടിക്കുഞ്ഞു മാത്രമേ അവൾക്കുള്ളൂ. ഇതു കേട്ടതും രാജുവിന്റെ മനസ്സിൽ പല ചിന്തകൾ അലയടിച്ചു. രാജുവിന്റെ മറ്റു കൂട്ടുകാർ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അവളോട് പോയി പറ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. കൂടെ ജീവിക്കാൻ സമ്മതമാണോ എന്നും ചോദിക്കേ. ഒന്നുമില്ലെങ്കിലും അവളുടെ കല്യാണത്തിന് മുൻപ് അവൾ പോലും അറിയാതെ നീ അവളെ സ്നേഹിച്ചതല്ലേ. അവളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് അവൾക്ക് നീയൊരു തണലാകും. അവൾ നിനക്കൊരു തുണയുമാകും. ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ്. ഓരോ നഷ്ടങ്ങൾ മറ്റുള്ള ഓരോരുത്തരുടെയും നേട്ടങ്ങളാവാം. ഒന്നും ചിന്തിക്കാൻ നിൽക്കാതെ രാജു നേരെ അവളുടെ അരികിലേക്ക് നടന്നു. കയ്യിൽ റോസാപ്പൂവില്ലാതെ അവൻ അവളുടെ മുന്നിൽ പോയി നിന്നു. ആ മിഴികളിലേക്ക് നോക്കി. നിരാശയുടെ കടലായിരുന്നു ആ മിഴികൾ. അന്ന് എന്തു തിളക്കമുള്ള മിഴികളായിരുന്നു. അവൻ ഓർത്തുപോയി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അവൻ പറഞ്ഞു തുടങ്ങി, ആദ്യം തൊട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പോരുന്നോ എനിക്ക് കൂട്ടായിട്ട്? എന്നും ഞാൻ നിനക്കൊരു തണലാകും. ഈ കുഞ്ഞിന് ഞാൻ എന്നും നല്ലൊരു അച്ഛനാകും. ഞാൻ പൊന്നുപോലെ നോക്കാം. നിങ്ങൾക്ക് 2 പേർക്കും തുണയാകും. നമുക്ക് വേണ്ടിയാകും ഇനിയുള്ള എന്റെ ജീവിതം. ഇത് കേട്ടതും രാധയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരും അറിയാതെ അവളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച പ്രണയത്തിന്റെ മുഖമായിരുന്നു രാജു. കലാലയമുറ്റത്ത് നഷ്ടപ്പെട്ടു പോയ പ്രണയം, ഒരിക്കലും തുറന്നു പറയാൻ കഴിയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ച മോഹം, ഇന്നിതാ എന്റെ കൺമുന്നിൽ എന്നെ തേടി വന്നിരിക്കുന്നു. ഇതിലും വലിയ സന്തോഷം മറ്റെന്തുണ്ട് എന്നവൾ സന്തോഷത്താൽ മറുപടി പറഞ്ഞു. അവന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞുപോയി. ഇതായിരിക്കാം ഞാൻ ഇത്രയും കാലം കാത്തിരുന്നതിന്റെ പൊരുള്. കാലം എത്ര കഴിഞ്ഞാലും നമുക്കുള്ളത് നമ്മെ തേടി വരും എന്ന് പറയുന്നത് എത്ര സത്യം. ഒരിക്കൽ തുറന്നു പറയാത്ത ആ പ്രണയത്തിന് ഇന്ന് വിരാമമായി.